അസ്സലാമലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ 3 മണിക്ക് തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ പത്തിരി വെട്ടാൻ പോവാണ്. ഞാൻ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മനെ പത്തിരിപ്പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് പരത്തിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ കുഴ ശരിയായാലല്ലേ പത്തിരി നല്ല മിനുസത്തിൽ സോഫ്റ്റ് ആയിക്കാണ്ട് കിട്ടുള്ളൂ. ചുടുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങിക്കാണ്ടൊക്കെ വരൂലേ, അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ കുഴച്ചിങ്ങാണ്ട് പിന്നെ പരത്തണം കേട്ടോ. ആദ്യം മെഷീനിലിട്ട് പ്രസ് ചെയ്യും, പിന്നെ നമ്മൾ സാധാ പലമലിട്ടൊന്നും കൂടി പരത്തും കേട്ടോ. നല്ലൊരു വീതി ഇതൊക്കെ കിട്ടാൻ വേണ്ടിക്കാണ്ട്. അത് കണ്ട് ഇതാകുമ്പോൾ പത്തിരി ചുടുന്നുണ്ട്. അപ്പുറത്ത് വേറെ പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പത്തിരിച്ചട്ടി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മളൊരു 3-4 വർഷമൊക്കെ ആയിട്ട് ഇവിടെ വാങ്ങിയിട്ട് ഇതിൽ ചുട്ടെടുക്കാൻ തന്നെ ചൂടായി തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളത് അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുകടുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ കത്തിപ്പിടിച്ച് ചൂടായാലേ നമുക്ക് പത്തിരി ചുടാൻ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് പൊങ്ങി വരും കാണാം, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കേട്ടോ. കോഴിക്കറി വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ളത് തേങ്ങ വറുത്തരക്കാൻ കേട്ടോ. തേങ്ങ വറുത്തരച്ചാൽ ടേസ്റ്റ് അല്ലേ, നമുക്ക് കഴിക്കാനും നല്ലൊരു രസമാണല്ലേ. അപ്പോഴാണ് ഫ്രിഡ്ജിൽ മാങ്ങ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിക്കാണ്ട് മാങ്ങ ചെത്തുന്നുണ്ട്. നല്ല രീതിയിൽ കൈ കടിക്കിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വിഷം കീടനാശിനിയൊക്കെ അടിച്ചുകൊണ്ട് വന്നതല്ലേ കാരണം. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മുമ്പ് തുറക്കുമ്പോൾ നമുക്ക് നാരങ്ങള മസ്റ്റാണ്, അതിന് കൂടെ ജ്യൂസും കൂടി ഉണ്ടായാൽ റാഹത്തായില്ലേ. പിന്നെ എന്തെങ്കിലും 2 പൊരിയും കടിയൊക്കെ ഉണ്ടായാലേ ഉഷാറായി. അപ്പോൾ ഇതാ ചപ്പാത്തിയാണ് കേട്ടോ ചുട്ടെടുക്കണത്. അത് ഇന്നലത്തെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചുട്ടത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മക്ക് പിന്നെ ചപ്പാത്തിയൊക്കെ വേണം പറഞ്ഞാൽ ഞങ്ങൾ ചപ്പാത്തി ചൂടാണ്. ഇത് രായി പായസമാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള രായി പായസമാണ്. അതിലേക്ക് സേമിയയും ചേർക്കുന്നുണ്ട്. റവയും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ നമ്മൾ തരിക്കഞ്ഞിയെന്നോ അങ്ങനെയൊക്കെ പറയില്ലേ. പലരും പല നാട്ടിലും പല രീതിയിലല്ലേ പറയൽ. ഇവിടെ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കൽ, രായൊക്കെ ചേർത്ത് കണ്ടുള്ളത്. ഇനി അടുത്തത് കൊക്കവട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചെറിയ ബോൾസ് ആയിക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉമ്മയാണ് കൊക്കവട ചുട്ടുന്നത്. ഉമ്മ ചുട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ റൗണ്ടിലായിക്കാണ്ട് വരികയും ചെയ്യും. ഞാൻ ചുട്ട അത്ര ശരിയായി വരില്ല, ചട്ടി ചൂടാക്കാത്തതുകൊണ്ടേക്കാരം എനിക്കറിയില്ല. അപ്പോൾ ഉമ്മ ഇതിന് മസ്റ്റാണ്. ഇല്ലെങ്കിലും നമ്മളെക്കാളും 10 ഗുണം ഉണ്ടത് ഓലല്ലേക്കരം. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഓൽക്കുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോനൊന്ന് കരയും. അപ്പോൾ അവനെ നിർത്തുകാണ്ട് പാലെടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ കേട്ടോ. ബാങ്ക് കൊടുക്കോളം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്കൂൾ നാളത്തെ വിട്ടോണ്ട് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിനുണ്ടാവും അവനെ നോക്കാൻ വേണ്ടി കൊണ്ട്. ഓൻ വന്ന് കുളിച്ചൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ എടുക്കാൻ വേണ്ടി കൊണ്ട് ഉണ്ടാവും. ചെറിയ കുട്ടികളതുകൊണ്ട് എനിക്ക് തന്നെ എല്ലാത്തിലും കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാവും. ഉമ്മനെ എല്ലാ കാര്യങ്ങളും ശരിയാക്കലും ഉമ്മ തന്നെയാണ്. പിന്നെ ഉമ്മ വെച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അധികം വെപ്പും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ അത് നല്ല രീതിയിലുള്ള രായി പായസം ഉണ്ടായിട്ടുണ്ടോ. അത് തണുത്തിട്ട് കുടിക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴാണ് കുടിക്കാനൊരു എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പോഴേ കുറേ ജ്യൂസ്, വെള്ളം, പൊരി, കടിയൊക്കെ തിന്നുന്നതിന് പകരം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ നമ്മുടെ ശരീരത്തിന്. നമുക്കിത് നോമ്പ് 30 ദിവസം തന്നെയല്ലേ എണ്ണക്കടികളും പൊരിക്കടികളൊക്കെ ആയിക്കൊണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ചെറുതാണെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.